ഹേ ഹലോ, ദിസ് ഇസ് താമര. നമ്മൾ ഇന്ന് മുതൽ ഒരു ന്യൂ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആൻഡ് സീരീസിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് പ്രൊജക്ട് 180 ദി എവല്യൂഷൻ. സോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, വെൽക്കം ടു പ്രൊജക്ട് 180 ദി എവല്യൂഷൻ. ഇത് വെറുതെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു പോകുന്ന ഒരു കൈൻഡ് ഓഫ് സീരീസ് ആയിരിക്കില്ല. അടുത്ത 180 ദിവസങ്ങളിൽ ഞാൻ എന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഈ സീരീസിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൈ ഗോൾസ് ആർ സെറ്റ്, മൈ പ്ലാൻ ഈസ് റെഡി, ലെറ്റ് സീ ഹൗ ഫാർ ഡിസിപ്ലിൻ ക്യാൻ ടേക്ക് എ പേഴ്സൺ. ഇന്ന് ഡേ 1 ആയിരുന്നു കേട്ടോ. ഇന്ന് ട്രാൻസ്ഫോർമേഷന്റെ ഡേ 1 ആയിട്ട് എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യം മാറ്റാൻ വേണ്ടിയിട്ട് ദൈവം ഇന്ന് എനിക്കൊരു ചാൻസ് തന്നു. വളരെ ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ വെറും ഒരു മൊണ്ണയാണ്. അതായത് ഇന്ന് അമ്മേനെ കടയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ബുക്ക് സ്റ്റാൾ വരെ ഒന്ന് പോയായിരുന്നു. എനിക്കൊരു ബുക്കും വാങ്ങണമായിരുന്നു, കുറച്ച് പ്രിന്റും എടുക്കാനുണ്ടായിരുന്നു. ഒരു ബുക്കും ഒരു സ്റ്റിക്കി നോട്ടും ഒരു 5 പ്രിന്റും കൂടെ എടുത്ത് എനിക്കായത് 470 രൂപയാണ്. കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിയെങ്കിലും അത് എങ്ങനെ അത്രയായി എന്ന് ചോദിക്കാൻ വേണ്ടി എന്റെ നാവ് പൊങ്ങിയില്ല. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, അതാണ് എന്റെ പ്രശ്നം. ആകെ 370 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവര് 100 രൂപ കൂട്ടിയാണ് എന്നോട് പറഞ്ഞത്. തിരിച്ച് ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നെങ്കിലും എന്റെ മൈൻഡ് ഫുൾ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. എനിക്ക് മര്യാദയ്ക്കൊന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ല കേട്ടോ, പല കടക്കാരും എന്നെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. ഇന്ന് ട്രാൻസ്ഫോർമേഷന്റെ ഡേ 1 ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മൊണ്ണത്തരം കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ തിരിച്ച് ആ കടയിൽ പോയി കണക്ക് പറഞ്ഞ് ബാക്കി എന്റെ 100 രൂപയും വാങ്ങിയിട്ടാണ് വീട്ടിൽ വന്നത്. ഫസ്റ്റ് ഡേ തന്നെ അടിപൊളിയായില്ലേ? ഇന്നൊരു ദിവസം മുഴുവൻ ഇക്കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കേണ്ട ഞാനാണ്. കണക്ക് പറഞ്ഞ് പൈസ പോയി തിരിച്ച് വാങ്ങിയത് കൊണ്ട് എനിക്കിപ്പോ ഒരു പ്രൗഡ് ഫീൽ കിട്ടുന്നുണ്ട്. കഥ പറഞ്ഞു അങ്ങ് പോയി. ഞാനിപ്പോ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ ടോപ്പ് കമന്റർക്കുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത്രയും പ്രോഡക്ട്സിന്റെ കൂടെ നമ്മളൊരു ജോർജറ്റ് സാരിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. റീനാമ കൊടുത്തേക്കുന്ന ഈ സാരിയുടെ കളർ ചേഞ്ച് ആണ് അത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ഗീവ് അവേ ഫെബ്രുവരി 15-നാണ്. ഈ ഒരു ബുക്ക് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. കറക്റ്റ് 180ാമത്തെ ദിവസം ഞാൻ ഇതിൽ എഴുതിയേക്കുന്ന ഗോൾസ് എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തൊക്കെ നടന്നോ എന്തൊക്കെ നടന്നില്ല എന്നുള്ളത് നമുക്ക് അപ്പം അറിയാലോ. ഇനിയിപ്പോ ഒന്നും നടന്നില്ലെങ്കിൽ പോലും ഈ എഴുതിയേക്കുന്നതൊക്കെ ഞാൻ കാണിക്കൂ കേട്ടോ.